ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഈ ടോപ്പിക്കിലുണ്ട്. ഒന്ന്, വെർട്ടീസസ് ഓഫ് എ ട്രയാങ്കിൾ തന്നിട്ട് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിക്കുക. ഏകദേശം ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയും. ഇത് ഷുവറായിട്ട് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഇത് എല്ലാ പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരിക്കലും അത് ഒഴിവാക്കരുത്. ഇത് പഠിച്ചിട്ട് വേണം മുന്നോട്ടേക്ക് പോകാൻ. അപ്പോൾ ആദ്യം നമ്മൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എല്ലാവർക്കും ഒരു ഫോർമുല പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ട്രയാങ്കിളിലെ വെർട്ടീസസ് x1 y1, രണ്ടാമത്തെ വെർട്ടെക്സ് x2 y2, മൂന്നാമത്തെ വെർട്ടെക്സ് x3 y3 ആണെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ കാണാനുള്ള ഫോർമുല 1/2 ഡിറ്റർമിനൻ്റ് x1 y1, x1 y1 1, x2 y2 1, x3 y3 1 എന്ന് എഴുതി വെച്ചിട്ട് നമുക്ക് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഏരിയ എന്ന് പറയുന്നത് ഒരു നോൺ നെഗറ്റീവ് പോസിറ്റീവ് ടേം ആയതുകൊണ്ട് ആക്ച്വലി ഇവിടെ എന്തുണ്ട്, ഇതൊരു മോഡുലസ് ഉണ്ട്. ഇനി അഥവാ നമുക്ക് ഇവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ എഴുതി വെക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ട് എന്ത് ചെയ്താൽ മതി, എഴുതി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു 3 വെർട്ടെക്സ്, ഒരു ഫസ്റ്റ് വെർട്ടെക്സ് 3 8, സെക്കൻഡ് വെർട്ടെക്സ് -4 2, തേർഡ് വെർട്ടെക്സ് 5 1. ഇങ്ങനെ നമുക്ക് ഒരു ട്രയാങ്കിളിൻ്റെ വേർട്സ് എന്നാൽ ഏരിയ കാണാൻ വേണ്ടി ആദ്യം ഫോർമുല എഴുതുന്ന സമയത്ത് ഏരിയ A = 1/2 ഡിറ്റർമിനൻ്റ് 3 8 1, -4 രണ്ടാമത്തെ വെർട്ടെക്സ് ആണെങ്കിൽ -4 2 1, മൂന്നാമത്തെ വെർട്ടെക്സ് 5 1 ആണ്, 5 1 1. നമുക്ക് ചെയ്യേണ്ടത് എക്സ്പാൻഡ് ചെയ്യുന്നു. സോ 1/2 കോമൺ ആയിട്ട് വെച്ചു, ഞാനൊരു ബ്രാക്കറ്റ് ഇട്ടു. എന്നിട്ട് ഒരു 3/3 ഡിറ്റർമിൻ്റ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണോ അതുപോലെ ഞാൻ എക്സ്പാൻഡ് ചെയ്തു. അതാണ് നമുക്ക് തെറ്റാൻ ചാൻസുള്ള ഏറ്റവും വലിയ പരിപാടി. അത് എക്സ്പാൻഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എത്ര ആൻസർ കിട്ടും, 61/2 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും ചെയ്ത് പഠിച്ചിട്ട് പോകണം. ഓക്കെ, ഇനിയുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് മെട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെന്നുള്ള ഐഡിയ. അപ്പോൾ ആദ്യം ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. ഈ തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ ആദ്യം 3 വേരിയബിൾ വരും. 3 വേരിയബിൾ 3 ഇക്വേഷൻ, എക്സ് വേണം, വൈ വേണം, സെഡ് വേണം. അപ്പോൾ ചില ഇക്വേഷൻ ചില പോരായ്മകൾ വരും. ഫോർ എക്സാമ്പിൾ ഈ ഇക്വേഷൻ എന്തില്ല, ഒരു പെർഫെക്റ്റ് ഇക്വേഷൻ എക്സും വൈയും സെഡും ഒക്കെ ഉണ്ട്. ഈ ഇക്വേഷൻ ആരെ കുറവുണ്ട്, എക്സിൻ്റെ കുറവുണ്ട്. ഇതിന് ആരെ കുറവുണ്ട്, നമുക്ക് വൈയുടെ കുറവുണ്ട്. ഇതിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട്. അത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനെ എഴുതി വെക്കുക, അതിൻ്റെ പെർഫെക്റ്റ് ഫോമിലേക്ക് എഴുതി വെക്കുക എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എഴുതി വെക്കാൻ പോകണേ. ഫസ്റ്റ് ഇക്വേഷൻ പറയുന്നതാണ് x + y + z = 6. ഇത് ഫസ്റ്റ് ഇക്വേഷനാണ്. സെക്കൻഡ് ഇക്വേഷൻ ആരില്ല, എക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതാൻ പോകുന്നത് 0x + y + 3 × z = 11. ഓക്കെ, തേർഡ് ഇക്വേഷൻ ഓൾറെഡി ചെറിയൊരു അറേഞ്ച്മെൻറ്റ് മതി. എക്സ് ഓൾറെഡി അവിടെ ഉണ്ട്, എക്സ് വൈന് ആദ്യം എഴുതാം. സോ -2y + z = 0 എന്ന ഫോമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇക്വേഷൻ റീറൈറ്റ് ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, അപ്പോൾ മെട്രിക്സ് മെത്തേഡിലേക്ക് ഇനി ഇതിനെ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ചെയ്യാനുള്ള പരിപാടി, ഇതിനൊക്കെ നമ്മളൊരു ഈ ഇക്വേഷൻ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് മാറ്റാൻ പോവാണ്. ആ ഫോം ഇങ്ങനെയാണ്, AX = B എന്ന് പറയുന്ന ഫോമിലേക്ക് നമ്മൾ എഴുതണം. അതിൽ A എന്ന് പറഞ്ഞാൽ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും കോഎഫിഷ്യൻ്റ് ഫോം ചെയ്യുന്ന മെട്രിക്സാണ് ആക്ച്വലി A എന്ന് പറയാം. എക്സ് എന്ന് പറഞ്ഞാൽ ഏതാണ് അൺനോൺ, ആ അൺനോണിൻ്റെ കോളം മെട്രിക്സാണ് നമുക്ക് എന്തായിട്ട് എഴുതുക, എക്സ് ആയിട്ട് എഴുതുക. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് കോളം മെട്രിക്സ്, ഇതിൽ നമ്മൾ ഒരു കോളം മെട്രിക്സ് ആയിട്ട് മാറ്റി എഴുതുക. അതാണ് ഈ തന്നിരിക്കുന്ന സിസ്റ്റത്തെ നമുക്ക് ഏത് ഫോമിലേക്ക് എഴുതാൻ പറ്റും, AX = B എന്ന് പറയുന്ന ഫോമിലേക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം അത് A എന്ന് എഴുതി വെക്കുക. ആരാണ്, എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഓരോത്തിൻ്റെ കോഎഫിഷ്യൻ നിങ്ങൾ നോക്കിയോളാം. ഫസ്റ്റിൻ്റെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1, ഇവിടെ 1 1, ഫസ്റ്റ് റോ 1 1 1 കിട്ടിയല്ലോ. സെക്കൻഡ് റോയിൽ 0 1 3, സോ 0 1 3. തേർഡ് റോയിൽ 1 -2 1, സോ 1 -2, it is -2 ചെറിയൊരു വ്യത്യാസമുണ്ട്, -2 ഹിയർ ദ -2 1 കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് ആ തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാധനം കിട്ടിയല്ലോ. അപ്പോൾ A കിട്ടി. അതേപോലെ നമുക്ക് എക്സ് എന്താണെന്ന് എഴുതി വെച്ചു. എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന വേരിയബിളിനെ കോളം മെട്രിക്സ് ആയിട്ട് നമ്മൾ എഴുതി വെക്കുന്നു. അതാണ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മൂന്നാമത്തത് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റൻറ്റ് കോളം മെട്രിക്സ് ആണ് എന്ന് പറയുന്നത് B. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നും ഇപ്പോൾ AX = B എന്ന് പറയുന്ന ഇക്വേഷൻ ഫോമിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഇക്വേഷൻ വേറെ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡും A ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ A ഇൻവേഴ്സ് × B എന്നാണ് ആക്ച്വലി എക്സ് വരിക. അപ്പോൾ നമ്മൾ ആദ്യം എന്തിനെ കണ്ടുപിടിക്കണം, A ഇൻവേഴ്സിനെ കണ്ടുപിടിക്കണം. A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സൈഡിലേക്ക് എഴുതി വെക്കാൻ വന്ന അഡ്ജോയിൻറ്റ് ഓഫ് A ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല,
എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി ഈ പറയുന്ന എക്സ് എന്നുള്ള മാട്രിക്സ് കിട്ടണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? എ ഇൻവേഴ്സിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ബി ഓൾറെഡി അവിടെയുണ്ട്. എ ഇൻവേഴ്സിനെ ബി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണ് ആക്ച്വലി എന്ത് പറയുന്നത്? എക്സുമായിട്ട് നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് വേണം? ഡിറ്റർമിൻ്റ് എ വേണം. അപ്പോൾ ഇതാണ് എ എങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് കണ്ടുപിടിക്കാം? ഡിറ്റർമിൻ്റ് എനെ ഇവാലുവേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും, ഡിറ്റർമിൻ്റ് എയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 1 1 0 1 3 1 -2 1 എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ എന്തിൻ്റെ കണ്ടുപിടിക്കണം? അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അഡ്ജോയിൻ്റ് കണ്ടുപിടിക്കാൻ ഞാൻ പറയുന്ന മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ മെത്തേഡ് നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എന്താ അഡ്ജോയിൻ്റ് ഏറ്റവും സിമ്പിളായിട്ട് കണ്ടുപിടിക്കുക? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ആ തന്നിരിക്കുന്ന മെട്രിക്സ് അതേപോലെ എഴുതുക. 1 1 1 അല്ലേ? ഫസ്റ്റ് റോ 1 1 1, രണ്ടാമത്തെ റോ 0 1 3, സോ 0 1 3. ഓക്കെ, തേർഡ് റോ 1 -2 1, സോ 1 -2 1, തേർഡ് റോ അല്ലേ? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ നിന്നാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എഴുതാൻ പോകുന്നത്. അടുത്തത് ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് രണ്ട് കോളത്തെ വീണ്ടും അല്ലേ, ഈ രണ്ട് കോളത്തെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. അങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് കിട്ടുക 1 0 1 എന്ന് കിട്ടി, ആൻഡ് 1 1 -2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഈ ഫസ്റ്റ് രണ്ട് റോസിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യുന്നു. അത് നമുക്ക് കിട്ടുക 1 1 1 1 1 1, അതേപോലെ 0 1 3 0 1, ഇങ്ങനെ നമുക്ക് അവിടെ കിട്ടും. കിട്ടിയില്ല? ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറഞ്ഞത്? ചെയ്യാൻ പറഞ്ഞത് വളരെ സിമ്പിളാണ്. ഫസ്റ്റ് റോ ഇതാണ്. ഇതിൻ്റെ ഫസ്റ്റ് റോനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ജസ്റ്റ് കട്ട് ചെയ്താൽ മതി പിന്നോണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് റോവും ഫസ്റ്റ് കോളം ഡിലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന സ്ട്രക്ചർ കിട്ടും. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം, ഇതാണ് 1 ഉം 2, ഈ രണ്ടെണ്ണം എടുത്തിട്ടാണ് അഡ്ജോയിൻ്റ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് ഉണ്ടാക്കാൻ പോകുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്ക്. ഫസ്റ്റ് ഈ രണ്ട് ഇതാണ് നമുക്ക് എടുക്കാൻ പോകുന്നത്. മനസ്സിലായല്ലോ? അതിൽ 1 - സൈഡിൽ എഴുതി നോക്കാം കേട്ടോ. 1 - -6 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 1 + 6 = 7. അപ്പോൾ അതാണ് 7 ഇവിടെ കിട്ടി നമുക്ക്. ഇനി അടുത്തത് രണ്ടാമത്തെ എലമെൻറ്റ് -2 - 1 = എത്ര? -3. നമുക്ക് -3 കിട്ടി. തേർഡ് 3 - 1 = 2. ഉണ്ടോ? 3 - 1 = 2. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യുക? അടുത്ത എലമെൻറ്റ് എടുക്കുക. അടുത്ത എലമെൻറ്റ് മീൻസ് ഇതൊഴിവാക്കിയിട്ട് അടുത്ത രണ്ടാൾക്കാർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ ഈ രണ്ട് കോളത്തെ സെലക്ട് ചെയ്യുന്നു. സെയിം പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ 3 - 0. ഓക്കെ, 3 × 1 - 0 നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. 3 ഹിയർ. ഓക്കെ, വീണ്ടും 1 - 1 = 0 കിട്ടി. സെക്കൻഡ് എലമെൻറ്റ് 0 എന്ന് കിട്ടി. ഇനി 1 × 0 0 - 3. ഇപ്പോൾ 0 - 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? -3 കിട്ടി. സെക്കൻഡ് റോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, വീണ്ടും നമ്മൾ ചെയ്യുന്ന അതേ പരിപാടി അടുത്ത രണ്ടാൾക്കാർ ഞാനിവിടെ കീപ്പ് ചെയ്യാൻ പോകണം. അടുത്ത രണ്ടാൾക്കാർ ഈ രണ്ടുപേരെ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എലമെൻറ്റ്സിനെ എഴുതാൻ പോകണം കേട്ടോ. അടുത്ത എലമെൻറ്റ്സ് നിങ്ങളൊന്ന് എഴുതി നോക്ക്. എങ്ങനെ എഴുതാൻ പറ്റും? അതെന്താ കിട്ടുക? 0 × -2, 0 - 1 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? -1. കണ്ടല്ലോ, -1 നമുക്ക് അവിടെ കിട്ടി. ഇനി 1 - -2 1 + 2 നമുക്ക് 3 കിട്ടി. ഇവിടെ 3 ഹിയർ. ഓക്കെ, അടുത്ത എലമെൻറ്റ് 1 - 0 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. നമുക്ക് 1 കിട്ടി. അപ്പോൾ കൃത്യമായിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഒറ്റയടിക്ക് എന്ത് ഫോം ചെയ്യാം? ഈ പറയുന്ന അഡ്ജോയിൻറ്റിനെ നമുക്ക് കിട്ടും. ഓക്കെ, അഡ്ജോയിൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് എ ഇൻവേഴ്സിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ എ ഇൻവേഴ്സിൻ്റെ ഫോർമുല എന്താണ്? അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിൻ്റ് എ. ഡിറ്റർമിൻ്റ് ഓൾറെഡി 9 കിട്ടിയിട്ടുണ്ട്. സോ 1/9 ഇൻറ്റു നമുക്ക് ആ തന്നിരിക്കുന്ന അഡ്ജോയിൻറ്റ് അതുപോലെ എഴുതി വെക്കുക. തൽക്കാലം 1/9 നിങ്ങൾ ഇതിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കുള്ള പ്രോസസ്സ് കുറച്ചുകൂടി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറും. നമുക്ക് എക്സ് അല്ലേ വേണ്ടത്? അപ്പോൾ എക്സ് എന്താ പറഞ്ഞത്? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. സോ എക്സ് = 1/9 ഇൻറ്റു എ ഇൻവേഴ്സ്. ഇതാണ് നമുക്ക് എ ഇൻവേഴ്സ് കിട്ടിയത്. ഇൻറ്റു ബി, ഇതാണ് ബി എന്നുള്ള മാട്രിക്സ്. അപ്പോൾ 1/9 അവിടെ വെച്ചിട്ട് രണ്ട് മാട്രിക്സ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ XYZ. കണ്ടല്ലോ, എക്സ് എന്ന് പറഞ്ഞാൽ കോളം മാട്രിക്സ് XYZ ആണ്. സോ 1/9 ഇൻറ്റു ഈ രണ്ട് മാട്രിക്സും നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ? റോ കോളം അല്ലേ? റോ കോളം ഒറ്റ എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ ഇത് കിട്ടും. എന്താ കിട്ടുക? 7 × 6 42 -33 + 0. കണ്ടല്ലോ, ഫസ്റ്റ് ഒറ്റ എലമെൻറ്റേ ഉള്ളൂ, റോ കോളം. ഇനി ഇല്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് മാത്രമേ കിട്ടുകയുള്ളൂ. അടുത്തത് സെക്കൻഡ് റോ എടുക്കുന്നു, ഫസ്റ്റ് കോളം എടുക്കുന്നു, നമുക്ക് ഈ എലമെൻറ്റ് അവിടെ കിട്ടും. ഓക്കെ, ഇനി തേർഡ് റോ എടുക്കുന്നു, ഈ കോളം എടുക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ 1/9 ഇൻറ്റു നമുക്ക് കിട്ടുക 9 18 27. ഇതാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് അവിടെ 1/9 ഇനി 1/9 മൾട്ടിപ്ലൈ ചെയ്യുക.
അപ്പോൾ ഉള്ളിലേക്ക് ഓരോ ടേമിലും നിങ്ങൾക്ക് 1/9 എടുത്ത് നോക്ക്. സോ 9/9 അല്ലേ, 9/9, 18/9 ആൻഡ് 27/9 എന്ന് കിട്ടും. 9 മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 9/9 എത്ര കിട്ടും? 1 എന്ന് കിട്ടും. സോ 9/9 ഈസ് ഈക്വൽ ടു 1. 1 നമുക്ക് അവിടെ കിട്ടി. 18/9 നമുക്ക് 2 ആണ്. 27/9 നമുക്ക് എത്ര കിട്ടി? അവിടെ 3 കിട്ടി. അപ്പോൾ ഇത് തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഒരു വെറുതെ കണ്ടുവച്ചിട്ട് കാര്യമില്ല. ഈ പ്രോബ്ലം ചെയ്യുകയും ഇതിൻ്റെ കൂടെ തന്നെ ഒരു അഡീഷണൽ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യുകയും വേണം. ഇത് 3/3 ആണ് എന്ന് വെച്ചാൽ 3 വേരിയബിൾ ഉണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് 2 വേരിയബിളും ചെയ്യുക. 2 വേരിയബിൾ ചെയ്യുന്ന സമയത്ത് അഡ്ജോയിൻറ്റ് കാണാൻ നേരത്തെ കുറേ ഷോർട്ട് കട്ട് മെത്തേഡൊക്കെ പറഞ്ഞു. അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. 3 വേരിയബിൾ ആണ് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുക. 2 വേരിയബിൾ ആണെങ്കിൽ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുള്ളൂ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത് ഡിറ്റർമിനൻ്റ് കോൺഫിഡൻ്റ് ആവുക. ഓക്കെ.